കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അതിപ്പോ ആർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല. ലാലേട്ടൻ വന്ന് എന്തൊരു കാര്യം ആദ്യം അഭിപ്രായം ചോദിക്കുന്നത്, അക്ബർ പറയൂ എന്താ അക്ബറിന്റെ അഭിപ്രായം? വൈ മറ്റേ വിഷയം ഉണ്ടായില്ലേ നമ്മുടെ എന്തോ ഒരു സംഭവം ഉണ്ടായി, അതിലെന്ന് പറയുന്നത് നമ്മ ലക്ഷ്മിയുടെ വിഷയം വന്ന് അല്ലല്ല മറ്റേ ഡെമോ കാണിക്കാൻ പറഞ്ഞപ്പോ അവിടെ അക്ബറും വാക്കൗട്ട് ചെയ്തു, ഒനീലും വാക്കൗട്ട് ചെയ്തു. അപ്പൊ അക്ബർ വാക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചപ്പോ ഒനീൽ അവിടെ നിന്ന് ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഈ ക്യാമ അത്രയും തിരിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ആളുകളിലോട്ട് ഭയങ്കര ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇപ്പോ അനു എന്തായാലും ഉണ്ടാവും, അനീഷും അക്ബറും ഉണ്ടാവും ആസ് ഓഫ് നൗ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ, കാരണം ഇത്ര ദിവസമല്ലായിട്ട് ഇനിയും കിടക്കുന്നു. ശരിക്കും തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഇവരിലൂടെ പോകുന്ന പറയാൻ പറ്റുന്ന ഒരു സീസൺ ആയിരുന്നുള്ളത്. ഇത് ശരിക്കും എങ്ങനെ കാണുന്നത്, ഗുണമാണോ? അത് എല്ലാ സീസണിലെ ഒരു സമയമാകുമ്പോഴേക്കും ആളുകൾ തന്നെ ഒരു രാജാവിനെ ഇങ്ങോട്ട് കണ്ടുപിടിക്കും. അതെ, രായാവ് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറില്ലേ? രായാവ് എല്ലാ പ്രാവശ്യം ഉണ്ടാവും, അവസാനം കണ്ടം വഴി ഓടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ അയാൾ തന്നെ ഐ മീൻ കപ്പ് എടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ പി ആറിന്റെ ഇത് കൊണ്ടോ അല്ലെങ്കിൽ എന്ത് വൃത്തിയോടാണെങ്കിലും എനിക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടെന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിലും ഒരാളെ എടുത്ത് അങ്ങനെ വച്ചിട്ടുണ്ടാവും. അങ്ങനെ ആദ്യം അനുവിനെ എടുത്തു വെക്കാനുള്ള ഒരു ശ്രമം നടന്നു. ഗിസലിന്റെ ഉമ്മ കേസിൽ അത് ചീഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അനീഷിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, അനീഷിന് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ ഈ സീസണിൽ എനിക്ക് രായാവിനെ കാണാൻ പറ്റിയിട്ടില്ല. അക്ബർ ആ സ്ഥാനത്തേക്ക് ഇങ്ങനെ പോവാൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് അങ്ങോട്ട് ഉറപ്പായിട്ടില്ല. ലവ് ട്രാക്കും ഇല്ല. സോ കുറച്ചുകൂടി ലവ് ട്രാക്ക് വരാത്തതിൽ വിഷമമൊന്നുമില്ല. വെറുതെ രണ്ട് ആൾക്കാർ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഒരു ട്രാക്ക് ഇടുന്ന എന്തിനു? എത്ര ട്രെയിൻ അടിച്ച ജീവിതം പോണെന്ന് അറിയാമോ? അനു പ്രവീണില് ഒരു ശ്രമം നടന്നോ? പുറത്തേക്ക് വിഷയല് വെറുതെ വന്നതാണ് അങ്ങനെയൊന്നും അനു അങ്ങനെ ഒരു ട്രാക്കിംഗ് എനിക്ക് അങ്ങനെയൊന്നും ഒരാളുടെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിന്റെ ഉള്ളിൽ നിൽക്കുന്നു, നമുക്ക് അവരാണ് ഒരു ചുറ്റും എത്ര വഴക്കുണ്ടെങ്കിലും അപ്പൊ നമ്മളൊന്ന് ഇരിക്കുന്നു, സംസാരിക്കുന്നു, നമ്മള് വെദർ ബോയോ ഗേൾ ഒന്ന് സംസാരിക്കുന്നു. അവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പേളി ശ്രീനിഷിന്റെ സംഭവം പോലെ അവിടെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. ഇതിപ്പോ പ്രേമിക്കാത്തവര് രണ്ടുപേരും തമ്മിൽ പ്രേമാണെന്ന് പേളി അല്ലെ ശ്രീനിഷ് പോലെ വേറൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അവിടെ അങ്ങനെ ഒരു ആ രീതിയിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ ഈവൻ മണിക്കുട്ടൻ ആ ഒരു സംഭവം വന്നാലും ഒന്നും ആ ഒരു റേഞ്ചിലോട്ട് എത്തിയില്ല. അല്ലെങ്കിൽ ഓൾ ടൈം മൈ ഫേവറേറ്റ് ഈ സീസൺ 1. അതൊരു ഞാൻ ആക്ച്വലി അതാ ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നതിൽ 4, 5, 1 ഇങ്ങനെയാ സംഭവം പറയുന്നത്. 5ന്റെ സീസൺ വന്നപ്പോ എല്ലാം കമന്റ് വന്നത് ഇത്ര വാഴ സീസൺ വേറെ ഇല്ല. 7 ഏകദേശം നമ്മള് പറഞ്ഞ പോലെ ഒരു പകുതി ദിവസം പിന്നിട്ടു. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഒരു 50 ഡേയ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഒറ്റ വരിയിൽ പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? സീസൺ 7 എങ്ങനെയാണെന്ന് ചോദിച്ചാ ലാലേട്ടൻ പൊള്ളി. ദാറ്റ്സ് ഇറ്റ്. എത്രയുള്ളൂ അതിലൊതുക്കും. കാരണം എപ്പിസോഡിനേക്കാളും എനിക്ക് കൂടുതൽ തോന്നുന്നു ആൾക്കാർ, എനിക്കും ഈവൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് എനിക്ക് ലാലേട്ടന്റെ ആ ഒരു ഫയറും ആ ഒരു ചോദ്യമൊക്കെ ചോദിക്കാൻ കേൾക്കാൻ ഒരു ഇഷ്ടമുണ്ട് എനിക്കത്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ചോദിക്കുന്നത് ഒരു എന്താ മോനെ എന്നുള്ള രീതിയിലൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. സോ കണ്ടസ്റ്റൻസിനേക്കാളും നന്നായിട്ട് ലാലേട്ടൻ ഗെയിം കളിക്കുന്നുണ്ട്. ഈ ലാലേട്ടൻ വന്ന് പറയുന്ന കേസ് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് കുറച്ച് എങ്ങനെ ഇത് കൊണ്ടുവരുന്നു, എന്താ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആ സീസണൊക്കെ അപേക്ഷിച്ച് ഈ സീസണിലോട്ട് വരുമ്പോൾ ലാലേട്ടൻ ഇത്രയൊക്കെ ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും ഏറെക്കുറെ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് പ്രഡിക്റ്റബിൾ അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഒരു സമാധാനം എന്താന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചൂടായല്ലോ. ചൂടായിട്ട് ഇനി ഈ ഒരു സംഭവമാണ്. കഴിഞ്ഞ സീസണിൽ അതുപോലെ ഉണ്ടായിരുന്നില്ല, അത്ര പോലും ഒരു ഫയർ ഉണ്ടായിരുന്നില്ല. ഇപ്പം അനുവിന്റെ കേസാണെങ്കിൽ നാണമില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇവൻ ആ ഒരു പിന്നെ ഒരു ഫയർ ആയിട്ട് പറഞ്ഞത് മറ്റേ സംഭവമാണ്. ഞാൻ ഈ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശം സീസൺ ഇതാന്ന് തുറന്നൊരു കത്ത് വായിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതെ അതെ അതെ, അതിലും നമുക്ക് അങ്ങനെ ഒരു പവർ തോന്നിയിരുന്നില്ല. ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ആള് കുറച്ച് റേസ് ആവുന്നുണ്ട്. ലൈക്ക് ഇപ്പം ലക്ഷ്മിയുടെ ഇഷ്യൂ ആണെങ്കിലും എന്താണെങ്കിലും ഒരു വോയിസ് റേസിംഗ് അവിടെ വരുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇരിക്കൂ എന്നുള്ള സംഭവമാണ് വരുന്നത്. എന്നാൽ പോലും ഇങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം ലാലേട്ടനെ ഇത്രത്തോളം ഫയർ ചെയ്ത് സംസാരിക്കുന്നതിന് നവമാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ ലാലേട്ടൻ പറയണം, ഇന്ന സംഭവം ഉണ്ടായത് ലാലേട്ടൻ ചോദിക്കണം. അപ്പൊ ഇത്തരത്തിലൊരു ചായ്വ് ഇവിടെ കാണുമ്പോൾ ഇത് കുറേ കൂടി പ്രേക്ഷക പിന്തുണ കിട്ടും. അതിന് വേണ്ടി അത് ഞാൻ നേരത്തെ ചോദിച്ചു, കുറെ കൂടി പ്രെഡിക്റ്റബിൾ ആണോ ലാലേട്ടൻ വന്ന അതെന്താന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ലൈവില് കാണിക്കുന്ന പല സംഭവങ്ങളും എപ്പിസോഡിൽ കാണിക്കുന്നില്ല, പക്ഷെ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറച്ച് വിഴുങ്ങലൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സിന്റെ റിവ്യൂസ് കമന്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ ചോദിക്കുന്നത്. അതെ 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 അപ്പോ ഇറ്റ്സ് ഇന്റർ കണക്റ്റഡ്. കാരണം കൂടുതലും ഒരു പ്രേക്ഷക പ്രീതി ഈ സീസണിൽ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ടെന്ന് വേണേ പറയാം. കാരണം ഒരു ചായ്വുണ്ട്. കാരണം പ്രേക്ഷക മനസ്സ് ഒപ്പിയെടുക്കാനുള്ള ഒരു അതിന് ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഒരു പക്ഷേ മുമ്പ് ആണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ എന്ത് വന്ന് പറയുന്നുള്ള അപ്പോഴാവും കേൾക്കുക. ഇതിപ്പോ ആ പറയാൻ പോകുന്നത് എന്താണോ ആ വിഷയത്തിന്റെ പ്രൊമോ വരെ ഇറക്കി തുടങ്ങി അല്ലെ. ഇപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാരാ എന്നുള്ള ചോദ്യം അന്ന് ഞാൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് പ്രൊമോ. അപ്പോൾ ആളുകൾ ഇത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നു, അവിടെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു എന്നുള്ള പറഞ്ഞിട്ടായിരിക്കും പിന്നെ ഈ പേജുകളിൽ വരുന്നത് എന്നുള്ള സംഭവം. അപ്പൊ എന്താണ് ഒഴുക്ക്, ആ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ള പരിപാടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ്. കാരണം എന്ന് വെച്ചാൽ അതിനേക്കാൾ ഉപരി ഇത്തവണത്തെ സീസണിൽ നോക്കിയാൽ മനസ്സിലാവും, ലൈക്ക് അവര് എവിഷന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. ആരാണ് പെട്ടി തൂക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മെനു പോലത്തെ ഒരു സംഭവം, ആര്യൻ നിർത്തിപ്പൊരിച്ചത്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇത് ആളുകൾക്ക് ഒരു കുറച്ചും കൂടി ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടന്റെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഹീസ് ഗോണ ആസ്ക് ദിസ് എന്നുള്ളൊരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പം അകത്തുനിന്ന് പുറത്തേക്ക് തരുന്ന ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഒപ്പമാണ്, കണ്ടസ്റ്റൻസിന്റെ ഒപ്പം അല്ല എന്നുള്ളൊരു സംഭവം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുറെ മിസ് ചെയ്യുന്ന ആ ബേബി ഹൗസ് ഒരിക്കൽ കൂടി ഒരു ചലഞ്ചറായിട്ട് അല്ലെ വിളിക്കട്ടെ. സ്പെഷ്യൽ ഗസ്റ്റിൽ അവർ ഞെട്ടട്ടെ, ചലഞ്ച് കൊടുക്കാൻ പറ്റട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റട്ടെ. ഇപ്പൊ പല എവിക്ഷനിലും ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മനസ്സിൽ വരാറുള്ളത് ഇവരുടെ എവിക്ഷൻ നടക്കുന്ന സമയത്ത്? കണക്ട് ചെയ്യാറുണ്ടോ എന്തെങ്കിലും? ഞാൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറയാറില്ലേ, എപ്പോഴും ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പൊ 46 ഡേയ്സ് നിന്നുള്ളൂന്നുണ്ടെങ്കിൽ ആ 46 ഡേയ്സിൽ എനിക്ക് എന്റേതായ എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല ആസ് എ റിവ്യൂവർ എന്നുള്ള രീതിയിലും അവിടെ നിൽക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ വിചാരം അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കാണ് എടുത്ത് വിഴുങ്ങുക എന്നുള്ളതാണ്. കാരണം ഉരുട്ടാനും ബുദ്ധിമുട്ടാണ്, വിഴുങ്ങാനും ബുദ്ധിമുട്ടാണ്, നിൽക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര മെന്റലി ഭയങ്കര പവറുള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ മെന്റൽ പവർ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ചിലപ്പം ബാലൻസ് ചെയ്ത് വരുന്നത് ഓരോരുത്തർ ഓരോ ടൈമിലായിരിക്കും. കാരണം അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിടെ ടൈം എടുക്കും കുറച്ച്. അപ്പൊ ഇതിനകത്ത് ഈ പപ്പാനിയുടെ എവിക്ഷൻ എനിക്കത് അത്ര ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ആരുടെയായിരുന്നു? ഞാൻ ഒനിയിൽ പോകുന്ന വിചാരിച്ചു. അപ്പാനി പോയി. ശൈത്യ പോകുന്ന എനിക്ക് അറിയായിരുന്നു സെൻസ് ഗസ് ആണ് കേട്ടോ, അല്ലാതെ വേറെ കണക്ഷൻ അല്ല. അപ്പം മസ്താനി ആയിട്ടുള്ള ഒരു അബ്യൂസ് ടോക്കിൽ മാത്രം അപ്പാനി ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പോകേണ്ട ആവശ്യമില്ല. കാരണം അന്ന് ആ സമയത്ത് വേണമെങ്കിൽ മസ്താനിക്ക് അല്ലെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യാറ്. മസ്താനി കളിച്ച അത്ര ഒരു റോങ് ഇത് നമ്മുടെ അപ്പാനി കളിച്ചു എന്ന് തോന്നുന്നില്ല. പിന്നെ പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കാതെ വരുമ്പോ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അത് മേ ബി ഫേവറിസം ആണോ, അല്ലെങ്കിൽ അതൊരു പോർട്രേറ്റ് ചെയ്യുന്നത് രീതി അവരാണോ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലേക്ക് കാണാൻ പറ്റും. ഒരു ടോപ്പ് 3 പ്രെഡിക്റ്റ് ചെയ്യും. ടോപ്പ് 3 പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഗതിയും ചലനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അനു, അക്ബർ, അനീഷ് ഇങ്ങനെ തന്നെയായിരിക്കും. ഇതുവരെ അനീഷ് എന്തായാലും ഉണ്ടാവും. അനീഷിന്റെ ഒരു മാറ്റില്ല. കാരണം പുള്ളി കണ്ണടച്ച് കിടക്കില്ല. അതുകൊണ്ട് അനീഷ് ഉണ്ടാവും.